ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഗെയിം മാസ്റ്റർ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് സ്റ്റിൽ എ ബ്രെയിൻ റോട്ട് ഗൈസ്. പിന്നെ ഞാൻ അഡ്മിൻ അബ്യൂസ് കളിച്ചായിരുന്നു. അഡ്മിൻ അബ്യൂസിൽ പുതിയതായിട്ട് വന്നത് ആണ്ട് ഈ സാധനമാണ്. എന്ത് ഗ്ലിച്ചാ ഇതാണ്. പിന്നെ വന്നത് പിന്നെ വേറെ ഒന്നും വന്നില്ലടാ, അത് മാത്രമേ ഒന്നുള്ളൂ. പിന്നെ ട്രേഡിംഗ് പ്ലാസയിൽ കുറേ സാധനം വന്ന് ട്രേഡിംഗ് പ്ലാസയിൽ കയറുന്നില്ല ഗൈസ്, ഭയങ്കര ലാഗാണ്. പിന്നെ ഇന്നലെ ഇത് സോൾഡ് ഔട്ട് ആയിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പം നിങ്ങളെൻ്റെ ബേസ് കണ്ടാ വിചാരിക്കും ബ്രോ അക്വാട്ടിക് ബേസ് ആയോ എന്ന്. ഓക്കെ, അതിനൊന്ന് പൈസ ഒന്ന് കളക്ട് ചെയ്യട്ടെ. ഇപ്പം എൻ്റെ ബ്രെയിൻ റൂട്ട് ഇല്ല, നിങ്ങൾ എന്തായാലും തന്ന് സഹായിക്കുക ഗൈസ്. ബ്രെയിൻ റൂട്ട് ഇല്ല, നിങ്ങൾ മണ്ടയിലോട്ട് ചെല്ലുമ്പോൾ കാണാം എൻ്റെ ഇപ്പോൾ ഒരു ബ്രെയിൻ റൂട്ടും ഇല്ല. പിന്നെ ഒരു ഹാക്കർ ഒന്നൊരു എൻ്റെ സാധനങ്ങൾ മോട്ടിച്ചുകൊണ്ട് പോയി. ഹാക്കറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എപ്പോഴും ഉണ്ടടാ, അതായത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഡുവൽസ് കളിക്കാൻ വിളിച്ച് അവൻ ആ സ്ക്രിപ്റ്റർ ഇത് വെച്ച് എന്തേരാ ഏതായിരുന്നു ഇത് വെച്ച് സീക്രറ്റ് വെച്ച്. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള മറ്റേ ഒരു ഇതിൻ്റെ 2 സ്പഗേറ്റി ട്രേഡ് ചെയ്തിട്ടാണെങ്കിൽ ഞാനാണെങ്കിൽ എന്തേരാ ജിറാഫിനി റാഫ്റ്റീനി മേടിച്ചായിരുന്നു. ജിറാഫിനി റാഫ്റ്റീനി അത് ഞാൻ വെച്ച്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നല്ല വാല്യൂ ഉള്ള സാധനമാണ്. അത് വെച്ചിട്ട് അവൻ ട്രേഡ് അക്സെപ്റ്റ് ചെയ്ത്, ഞാനും ട്രേഡ് അക്സെപ്റ്റ് ചെയ്ത്. ലാസ്റ്റ് കളിച്ചപ്പോഴാണെങ്കിൽ അവൻ ഹാക്കറാണെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. അവൻ ആകാശത്തൂടെ പറന്നു പോയിട്ടൊക്കെ വയ്ക്കുന്നു. ഞാൻ മധൂസാക്കിയിട്ട് അവന് പറ്റുന്നില്ല ഗൈസ്. ഇപ്പം എൻ്റെ ബേസ് അക്വാട്ടിക്കായി. പറയും പോലെ എനിക്ക് 2 ബേസ് സ്കിന്നുണ്ട്, അതറിയാമോ ഗൈസ്? ഹാലോവീനുണ്ട്, അക്വാട്ടിക്കുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു ഇത് തരാം. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ അക്വാട്ടിക് ഇട്ട് കളിക്കണോ അതാ ഇതിട്ട് കളിക്കണമെന്ന്, എന്തേരാ ഈ ഹാലോവിൻ ബേസ് ഇട്ട് കളിക്കണമെന്ന്. ഡു കമൻറ്റ് കമൻറ്റ്. ഓക്കെ ഗൈസ്, പിന്നെ ഞാൻ ഒരു ചലഞ്ചിന് വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. നമുക്കാണെങ്കിലേ പബ്ലിക് സെർവറിൽ പോയി സർവൈവ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ. അങ്ങനത്തെ ഒരു വീഡിയോ ഇടണമെന്നുള്ളവരോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, വേണമെന്ന്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയർ ആരാണെന്ന് പറയണം. മെസ്സി ആണോ റൊണാൾഡോയാണോന്ന് ഗൈസ്. എനിക്ക് റൊണാൾഡോയാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏതാണെന്ന് പറ. എടാ ഇതെനിക്ക് കിട്ടൂല കേട്ടോ, ഞാൻ 12 എണ്ണം ആക്കി. കണ്ട ഈ ജിറാഫിനി റാഫ്റ്റീനി ആണ്ട് ഈ സാധനമാണ് ഹാക്കർ കൊണ്ടുപോയ. ലാസ്റ്റ് സീക്രറ്റിന് വെച്ചപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടിപ്പോടാ, ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത്. പിന്നെ ഗൈസ് ദാണ്ട് ഇത് കണ്ട, ഇത് ഞാൻ ഒരു ദിവസം കറക്കിയപ്പോൾ എനിക്ക് ഫാൻറ്റം സ്ലാപ്പ് കിട്ടി. കാണിച്ചു തരാം. എൻ്റെ പോലെ അവറ ഉണ്ടാ ഗൈസ്, ഫാൻറ്റം സ്ലാബ്. പിന്നെ ആണെങ്കിൽ ഈ ഫാൻറ്റം സീക്രട്ട് ലക്കി ബ്ലോക്ക് എൻ്റെ ഒരു ന്യൂബ് അക്കൗണ്ടിൽ ഞാൻ ചുമ്മാ നടന്ന് കളിച്ചുകൊണ്ടിരുന്ന് പബ്ലിക് സെർവറിൽ പോയി കളിക്കണമെന്നുണ്ടായിരുന്നു. വേറെ ഒരു ന്യൂബ് അക്കൗണ്ടിൽ അതിനകത്ത് കളിച്ചപ്പോൾ ഫാൻറ്റത്തിൻ്റെ ഈവൻറ്റ് വന്നു. അങ്ങനെ ഞാൻ കറക്കി നോക്കിയപ്പോൾ അതിനകത്ത് ഫാൻറ്റം സീക്രട്ട് ലക്കി ബ്ലോക്ക് ഗൈസ്. ഫാൻറ്റം സീക്രട്ട് ലക്കി ബ്ലോക്ക് അതൊക്കെയുള്ളു. ഫാൻറ്റം സീക്രട്ട് ലക്കി ബ്ലോക്ക് കിട്ടി. ഈ ഫാൻറ്റം സ്ലാബ് ഇട്ട് അടിക്കാൻ ആരും എൻ്റെ ഇതിലില്ല, സെർവറിലില്ല. ഓക്കെ, നമുക്ക് അക്വാട്ടിക് ചെയ്യണോ? എടാ എൻ്റെ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ബേസ് കണ്ടാൽ അറിയാം ഗൈസ്, എൻ്റെ ഇപ്പോൾ ഒന്നുമില്ല. നിങ്ങൾ നോക്കിയാൽ കണ്ട എൻ്റെ ഒരു ബെറീനോയും പിന്നെ ഒരു മലാഫിക്ക അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാധനമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇന്നലത്തെ ഈവൻറ്റിൽ ഒരു സുഷീനവും കൂടെ കിട്ടിയായിരുന്നു. ഇന്നലത്തെ ഈവൻറ്റിലാണെങ്കിൽ എൻ്റെ സ്ഥലം ഇല്ലായിരുന്നതാ, എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മറ്റേ എല്ലാം ഒന്നുമില്ലെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ഫുള്ള് കുറേ ന്യൂബ് സാധനങ്ങളേ ഉള്ളൂ. 2-3 ബില്യൻ്റെ ഉള്ളു. നിങ്ങൾ ദയവ് ഇതൊന്ന് എന്താ എനിക്കാണെങ്കിൽ വല്ലതുമൊക്കെ തന്ന് സഹായിക്കുക. എൻ്റെ ഒന്നുമില്ലടാ. ഇതൊക്കെ റീബർത്ത് എനിക്ക് മാക്സ് അടിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ എൻ്റെ 2 ക്യൂഡിയൊക്കെ എപ്പോൾ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ആവൂല എന്നാണ് എൻ്റെ തോന്നൽ. കാരണമെന്ന് വെച്ചാൽ എൻ്റെ ബേസ് ഇപ്പോൾ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ എത്രയെന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, എൻ്റെ ഇത് മാറ്റട്ടെ, എന്തൊരു ഔട്ട്ഫിറ്റ്. ഓക്കെ, അത് വരട്ട്. പിന്നെ ഒരു ഗ്ലിച്ച് ഉണ്ട് ഗൈസ്. ആ ഗ്ലിച്ച് എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. കണ്ട, നമ്മളിപ്പോൾ ദാണ്ട റീസ്പോൺ അടിക്കണം. അയ്യോ ലീവ് അടിക്കല്ലേ.
റീസ്പോൺ ഇങ്ങനെ അടിച്ചിട്ട് മധൂസയാണെങ്കിൽ പിടിച്ച് ഒരൊറ്റ അടിയങ്ങ് അടിച്ചാൽ അവിടെയാണെങ്കിൽ ആ വര വന്ന് നിൽക്കും. കണ്ട ആ വര കണ്ട ഇങ്ങനെ ഒന്ന് സർക്കിളായിട്ട് ഇതേപോലെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ എടാ ഇത് വരാത്ത എന്തെടാ? ഞാൻ പബ്ലിക് സെർവറിൽ പോയിട്ടാണെങ്കിൽ സ്റ്റീൽ ചെയ്യുന്ന അതൊന്ന് നോക്കണമെന്ന് ഉള്ള ഒരു കമൻറ്റ് ചെയ്യാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഫാൻറ്റം സ്ലാപ്പൊക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. എടാ എത്ര ശതമാനം ചാൻസ് നോക്ക്, 0.25 ചാൻസേ ഉള്ളു. അതായത് ഇപ്പോൾ സീക്രട്ട് ലക്കി ബ്ലോക്കിൽ മറ്റേ സാധനത്തിന് കിട്ടാൻ 0.5 ശതമാനം ചാൻസ് ആണല്ലേ സീക്രട്ട് ലക്കി ബ്ലോക്കിൽ മറ്റേത് കിട്ടാൻ. തന്നെടാ 0.05 ചാൻസ് ആണ് സെലസ്റ്റിയൽ പേഗസസ് കിട്ടാൻ. എടാ എൻ്റെ നെറ്റിന് വല്ല എന്തേരാ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ കിട്ടുന്നില്ല. നമുക്കൊന്ന് ട്രേഡിംഗ് പ്ലാസേ കയറണം. വേണ്ടടാ, ഭയങ്കര ഗ്ലിച്ചായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ ഗ്ലിച്ച് ഗ്ലിച്ച് ഗ്ലിച്ച്. ഇപ്പം എൻ്റെ ഉള്ള സാധനം എന്ന് വെച്ചാൽ ഒരു കാപ്പിത്താനെ ബുള്ളീനി ഉണ്ട്. പിന്നെന്തേരാ അത് കുഞ്ഞു സാധനം ഗ്രേപ്പൂസ് മെഡൂസിയും പിന്നെ മറ്റേ പറക്കുന്ന സാധനം. എടാ ഗ്ലിച്ച് അടിക്കുന്നത് എനിക്ക് നല്ലപോലെ. പിന്നെ ഇന്നലത്തെ ഇത് തുറന്നു നോക്കിയപ്പോൾ കിട്ടിയ സുഷീനോയുടെ ഒരു ട്രേറ്റ് പഠിക്കാത്ത സാധനം. സുഷീനോയ്ക്ക് വാല്യൂ ഇല്ല. പിന്നെ ബർഗറാബ് പിന്നെ ലോസ്റ്റ് ക്ലത്തേര പിന്നെ ഗ്ലോബ പിന്നെ ബെറീനോ ലുഫാക്ക മൽഫീക്ക. അതത്രയും അത് ഈ ഗെയിമിൽ ഇത്തിരി ഉള്ളേ. അതാണ് ഞാൻ എടുത്തു വെച്ച. അത് ഗെയിമിലൊട്ടും ഇല്ല. അത് 1,00,000 എത്രയും കണ്ട് സ്പോൺ ആക്കിയിട്ടുള്ളായിരുന്നു സ്വാമി. ഇതിപ്പോൾ ആരേലും ഇല്ല. പിന്നെ 56 മില്യൻ്റെ ഇത്, 40 മില്യൻ്റെ ഇത്, 19 മില്യൻ്റെ ഇത് സുഷീനോ 52 മില്യൻ്റെ. പിന്നെ ഒക്ടോബാള് 30 മില്യൺ. പിന്നെ ആക്വറിനോ അങ്ങനെ ഇങ്ങോട്ട് പറയുന്ന ഒരു സാധനം 26 മില്യൺ. ഇതൊക്കെ ഉള്ളടാ എൻ്റെ കയ്യിൽ. ഇതൊക്കെ വെച്ച് എങ്ങനെ ക്യൂഡി ആക്കുമെന്ന് പറയും നിങ്ങൾ. എന്തായാലും ഇത് കൊള്ളായിരുന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫാൻറ്റം സ്ലാപ്പ് ഇതിട്ട് അടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെന്ന് നോക്കണം അല്ലേ. നമുക്ക് റീസ്പോൺ അടിച്ചിട്ട് മധൂസാക്കട ഇവിടെ. ഓ മൈ ഗോഡ് കൊള്ളാം. ഈ ഗ്ലിച്ച് കണ്ടുപിടിച്ച ഞാനാണ്. ഈ ഗ്ലിച്ച് ഞാനാ കണ്ടുപിടിച്ച. ഓ മൈ ഗോഡ്. എനിക്ക് ഇത് കൂടുതൽ ഇഷ്ടം അക്വാട്ടിക് ബേസ്. നിങ്ങൾക്ക് ഏത് ബേസ് സ്കിന്നാണ് ഇഷ്ടമെന്ന് പറ. എൻ്റെ ഏത് ബേസാണ് ഇഷ്ടമെന്ന് പറ. എന്തേരാ ഹാലോവിൻ ബേസ് ആണോ അതാ അക്വാട്ടിക് ബേസ് ആണോ? ഡു ലൈക്ക് കമൻറ്റ്. എടാ നമുക്ക് PvP അടിക്കാൻ പോയാലോ? ആരുടെയെങ്കിലും തോക്കും അതുറപ്പാ. അയ്യോ അവൻ്റെ കൂടെ പോലെ റാം അവൻ വൃത്തിയിട്ടവനാടാ. അവൻ്റെ സാധനം അടിച്ചുകൊണ്ട് പോയി. പിന്നെ എൻ്റെ സാമിയുടെ ബേസിൽ ഒരു എന്തരാ ഇങ്ങനെ 6-7 കിട്ടി. അതും ഹാക്കർ തന്നെ കൊണ്ടുപോയാ. അതുകൊണ്ട് എനിക്ക് ദേഷ്യം കയറി വരുന്നു. ഒരു ഹാക്കറാ കൊണ്ടുപോയാ. ഓക്കെ നമ്മൾ സർവർ കയറുന്നുണ്ട്. ബാഡ് വിത്ത് മറാന്തസ് എല്ലാ ജയിക്കോ തോക്കോ എന്ത്. എടാ ഇനി PvP കളിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ ആകെ ജയിക്കുന്ന പറയാൻ നൂബുകളുടെ നൂബിൻ്റെ കൂടെയൊക്കെയാണ്. നൂബ് മാസ്റ്റർ അല്ലേ. നൂബ് മാസ്റ്ററൊക്കെ എന്നെ അടിച്ചിട്ട് ചവിട്ടി തേച്ചിട്ട് പോവും. ഡാൻ പേര് കേൾക്കുമ്പോഴേ ഒരുമാതിരി ആള് കീറാ. കുക്കി ആൻഡ് മിൽക്ക് എല്ലാവർക്കും കാണിക്കുന്നുണ്ട് കേട്ടാ.
കയറി. അയ്യോ PvP അവള് മാറ്റി. അയ്യോ ചമ്മി നാരിപ്പോയി. ഗെയിം മാസ്റ്റർ ചമ്മി നാരി. ഗൈസ് ഓക്കെ. എനിക്കും അത്ര അങ്ങനെ PvP എങ്ങനെയാടാ കളിക്കുന്ന? PvP എങ്ങനെയാണ് കളിച്ച് ജയിക്കുന്നതെന്ന് പറ. എടാ PvP മാത്രം ചെയ്യുന്ന എന്തരാ ഇത് വേണമെന്നുള്ളവർ പറയാ, എന്താ ഞാൻ ചെയ്യുന്നിരിക്കും. നമുക്ക് വീഡിയോ ഇത്തിരി ലെങ്ത് ആയോ? ഇല്ലല്ലോ, 10 മിനിറ്റ് ആയോ ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. കൂടിയ വീഡിയോ കുറേ ലെങ്ത് ആയ നിങ്ങൾ ആരും ഇങ്ങനെ കാണാറില്ല. ലെങ്ത് ആയ വീഡിയോ വേണമെങ്കിൽ എന്തേലും കമൻറ്റ് ചെയ്താൽ ഞാൻ ഇടുന്നിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഗൈസ്.